ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവല് നനച്ചത് അല്ലെങ്കിൽ അവല് വിളയിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറി ഉള്ള ഒരു ഐറ്റമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഭവമാണ് ചിറ്റ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ചിറ്റയൊക്കെ അമ്മയും ചിറ്റയൊക്കെ ഞങ്ങൾ അന്നൊക്കെ ഒരു കൂട്ടുകുടുംബം ആയിരുന്നല്ലോ. അപ്പൊ അമ്മയും ചിറ്റയും അമ്മൂമ്മയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു. അപ്പം അവരുണ്ടാക്കി വെക്കുന്ന ഒരു വിഭവമാണ് ഈ അവല് നനച്ചത്. ശരിക്കും പറഞ്ഞ ഈ അവലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഫൈബർ റിച്ച് ആണ്, ഡൈജഷന് നല്ലതാണ്, ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ് ഒക്കെ ഇതിനകത്ത് ധാരാളമുണ്ട്. സിങ്ക്, പൊട്ടാഷ്യം, അയൺ ഇതൊക്കെ ധാരാളമുള്ള ഒരു വിഭവമാണ് അവല്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ശർക്കരയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് നനച്ച് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഞാൻ അവല് നനയ്ക്കുന്നതെന്ന്, ഞാൻ ഇതിൽ പഴവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത്. വരും. ഞാനിവിടെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 കപ്പ് വെള്ളവും തിളപ്പിച്ച് ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് തേങ്ങയും ഇട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഒരു 1/2 കപ്പ് കഷ്ടിയുള്ളൂ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്ക മുന്തിരി, സീഡ്ലെസ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പിന്നെ ഒരു ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറയില്ലേ, അത് ചെറുതായിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക, ഒരു 4 ഏലക്ക പഞ്ചസാരയും കൂട്ടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാനാണ് പോകുന്നത്. ഒരു നോൺ സ്റ്റിക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇവിടെ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നെയ്യ് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊന്ന് പതുക്കെ ചൂടായി വരട്ടെ. എന്നിട്ട് ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ശർക്കര ഇതിലേക്ക് ഇട്ടു കൊടുക്കും. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. ശർക്കര ഉരുകി വന്നാൽ മാത്രം മതി, നൂൽപാകം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് ഞാൻ നുറുക്കി വെച്ചിരുന്ന പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പഴം ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അവിലാണ്. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അവില് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അവല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അവലിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം.
അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇവിടെ എടുത്തു വെച്ചിരുന്ന കാഷ്യൂ നട്ടും ഉണക്കമുന്തിരി. ഒന്നിളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഏലക്കായ് പൊടിച്ചത്, പഞ്ചസാരയും ഏലക്കായും കൂടെ ഇട്ട് മിക്സിയിൽ പൊടിച്ചതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഒന്നും ചേർക്കാനില്ല. ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കടിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ? ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യും. സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. വളരെ വായിലിട്ട അലിഞ്ഞു പോകും, അതേപോലെ സോഫ്റ്റ് ആണ്. അവല് നനച്ചത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. പിന്നെ ഈ അവൽ വെച്ചിട്ട് ഒരുപാട് ഇതുണ്ടാക്കാം. അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാം, അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, പിന്നെ അവൽ മിൽക്ക് ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, പിന്നെ പായസം ഉണ്ടാക്കാം. അവൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആണ്. ചിലർ ഈ അവല് നനച്ചതൊക്കെ കൊടുക്കുമ്പോൾ പറയും ഭയങ്കര കടുമുടുവെന്നിരിക്കുന്നു, കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പഴവും കാഷ്യൂ നട്ടും മുന്തിരി എല്ലാം കൂടെ ചേർന്ന് നല്ല സൂപ്പർ സാധനമാണ്. നെയ്യിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും എല്ലാം ഉണ്ട്, ഏലക്കായുടെ ടേസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്കുടനെ കാണാം. താങ്ക് യു സോ മച്ച്.